ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ പലരും പോയി ഓരോ പാർട്ടിയുടെയും ആൾക്കാരെ നാട്ടുകാരുമായിട്ടൊക്കെ സംവദിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മുടെ CPM-ൻ്റെ അതായത് ഇടതുപക്ഷ പാർട്ടിയുടെ ചിന്താ കെ ജെറോം പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു നാട്ടുകാരിൽ നിന്ന് വാരിൽ വാങ്ങാൻ വേണ്ടി മാത്രം അവർ ഇറക്കി വിട്ടേക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഒരു കൊല്ലം ബീച്ച് വെച്ച് ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ പിന്നെ BJP നേതാവ് ഷോണും അതുപോലെ കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മനും ആയിട്ടുള്ളൊരു സംവാദം. ഇതെല്ലാം തന്നെ ചിന്താ കെ ജെറോമിനെ ഇവരെടുത്തിട്ട് അലക്കുന്നുണ്ട്. അതായത് ഇവർക്കൊന്നും പറയാനില്ല. ഒന്നാമത്തെ കാര്യം പൊട്ടത്തരങ്ങളൊക്കെയാണല്ലോ പറയുന്നത്, നമുക്കറിയാമല്ലോ. ചങ്ങമ്പുഴയുടെ വാഴക്കുലയുടെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അതുപോലത്തെ വിവരക്കേടുകളൊക്കെ വിളിച്ചു പറയുന്നു. പക്ഷേ ജനങ്ങൾ പഴയ ആൾക്കാരല്ല, എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. അപ്പം ആ 2 സംഭവങ്ങൾ നമുക്കൊന്ന് കാണാം. ഇത് കൊല്ലം ബീച്ചിലെ നടന്ന സംവാദത്തിൻ്റെ. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് News 18 നടത്തിയ സംവാദം കണ്ടാണ്. അപ്പം അതിനകത്ത് പുള്ളിക്കാരി കൊല്ലത്ത് കുളിർമ തനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ നേരത്തെ കയറി വെട്ടുകയാണ്. അതൊന്നും നമുക്കറിയണ്ട, ഞങ്ങൾ സാധാരണക്കാർക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. കേട്ടോ, ഒരു രക്ഷയില്ലാതെ ആൾക്കാർ കയറി വെട്ടുന്നുണ്ട്. ഒപ്പം ചിന്ത കൂടി ചേരുകയാണ്. ചിന്ത കിട്ടിയ ഫണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് പറയുന്നത്. നിങ്ങൾ ഒന്നും ചെയ്തില്ല, ഒരു തലമുറയുടെ കാലം അത്രയും നിങ്ങൾ വേസ്റ്റാക്കി, അതായത് 25-30 കൊല്ലം നിങ്ങൾ വേസ്റ്റാക്കി എന്നാണ് പറയുന്നത്. ഇവരുടെ കൊല്ലത്തിനാണോ ജീവിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കൊല്ലം നേരിട്ട് വന്നൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അഭിപ്രായം പറയില്ല. ഇപ്പൊ കൊല്ലത്തെ വികസനം എന്ന് പറഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച വി പാർക്ക് ഒരു കൃത്യമായ ഉദാഹരണമാണ്. ഇത് ചിന്തയ്ക്ക് വേറൊരു ഗുണമുണ്ട് കേട്ടോ, കഴിവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സംസാരിക്കാനുള്ള കഴിവ്, അത് എന്തിനെ പറ്റിയാണെങ്കിലും ഭയങ്കര വാചാലയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്കൂടെ കയറി ആൾക്കാർ കൊട്ടുമ്പോൾ പിന്നെ വാങ്ങടഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടുണ്ട്. ഒരു കോർപ്പറേഷൻ ഒരു IT പാർക്ക് ആരംഭിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതേപോലെ തന്നെ എത്രയോ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പുതിയപ്പുഴ ചണ്ടിടിപ്പോ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അത് പൂർണ്ണമായും ബയോമൈനിങ്ങിലൂടെ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം മാറ്റി. എനിക്ക് തോന്നുന്നത് ഏകദേശം 30 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇടതുപക്ഷം തന്നെയാണ് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. നീക്കം ചെയ്ത് സുന്ദരമായ പ്രദേശമായി പൂന്തോട്ടമായി അവിടെ IT പാർക്ക് തുടങ്ങാൻ പോകുന്നു. വേണമെങ്കിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉൾപ്പെടെ തുടങ്ങാൻ പറ്റുന്ന, ടൂറിസത്തിന്റെ എല്ലാം വികസനത്തിന്റെ ഭാഗമായി തുടങ്ങാൻ പറ്റുന്ന മനോഹരമായ സ്ഥലമായത് മാറി എന്നുള്ളതാണ്. പിന്നീട് കൊല്ലത്തിന്റെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്ന കാര്യമായാൽ സ്കിൽ ടെക്, ദീപങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതി, ഇവിടുത്തെ അംഗനവാടികൾ കണ്ടാൽ നമുക്കറിയാം ഹൈടെക് ആക്കി മാറ്റുകയാണ്. ഏറ്റവും മികച്ച സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറഞ്ഞുള്ള പദ്ധതി. ഇവരൊക്കെ നമ്മൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരുടെ ഈ അന്തം കമ്മികൾ എന്ന് പറയുന്ന ടീമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ നമ്മളോട് ഇങ്ങനെ പല ഭയങ്കര വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമ്മൾ അങ്ങോട്ട് കയറിയാലോ, നമ്മൾ അങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കയറി വെട്ടും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ പ്രകാശപൂരിത കൊല്ലം, ഇപ്പൊ ഏത് തെരുവിളക്കാ കത്താത്തതെന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് പോയി നോക്കിയാൽ അറിയാം, ഇവിടുത്തെ തെരുവ് വിളക്കുകളെല്ലാം കത്തുന്നുണ്ട്. അതുപോലെ തന്നെ അഷ്ടമുടി കായലിന്റെ നവീകരണവും അഷ്ടമുടി കായലിന്റെ ശുചീകരണ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനമായി. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്നൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യം LDF തുടരും, നാട് വളരും എന്നുള്ളത്. പിന്നെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു വാക്ക് യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാനേ കേരളത്തിൽ കഴിയില്ല. കാരണം നവകേരള പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഈ ഭരണത്തിൽ ഓരോ ജനങ്ങൾക്കും ലഭ്യമാകുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും തൃപ്തരാണ് എന്നുള്ളത്. ഇത് അവതാരക ആൾക്കാരെയൊക്കെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കും ഒരു സൈഡിൽ. കാരണം ഇവിടെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ കയറി വെട്ടുന്നുണ്ടായിരുന്നു കേട്ടോണ്. മനസ്സിലാക്കണം, കറണ്ട് കട്ട്, പവർ കട്ട്, ഈ 10 വർഷങ്ങളിൽ ആ പവർ കട്ട് ഉണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടന്നതാണ് 18 മാസം. ആ കുടിശ്ശിക പൂർത്തീകരിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പോൾ 2000 രൂപയാക്കി നൽകുകയാണ്. അപ്പൊ ഈ മാസം കയ്യിലേക്ക് കിട്ടിയത് കഴിഞ്ഞ മാസം 1600, ഇമാസത്തെ 2000 കൂടെ ചേർത്ത് 3600 രൂപയാണ്. അപ്പൊ വീട്ടമ്മമാരുടെ പെൻഷൻ തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണെന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ പ്രകടന പത്രികയ്ക്കകത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നത് 2500 രൂപയാക്കുമെന്ന്. 4 വർഷം അവതാരക ഇടയ്ക്കൂടെ അടിക്കുന്നുണ്ട്. പുള്ളിക്കാരും ചോദിക്കുന്നുണ്ട്, ഇത് എത്ര കൊടുത്തത് തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണെന്ന് പറയരുതെന്ന്. അതെങ്ങനെ പാഴാക്കി? അങ്ങനെ ഓരോ മേഖലയിലും കുടുംബശ്രീ മേഖലയ്ക്കകത്ത് ആശാവർക്കർമാരുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നതിനകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ. അപ്പൊ ഇതെല്ലാം ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. എപ്പോഴെങ്കിലും നമുക്കിപ്പോൾ വിലക്കയറ്റത്തെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ടോ? ഈ ഓണം കഴിഞ്ഞല്ലോ, ഒരു പട്ടിണി എന്തായാലും ഘട്ടത്തിൽ നമുക്ക് അല്ലെങ്കിൽ വിലക്കയറ്റം എന്താണ്, പ്രശ്നം എന്താണ് എന്നത് അവർ കൂടി വിലക്കയറ്റത്തിന്റെ കാര്യത്തിലൊക്കെ അവർക്ക് കൂടി പറയാൻ പറ്റും. ചേട്ടാ, നമ്മുടെ കുളിർമ തനിമ നീല എന്റെ വീട് പോയില്ല, ഞാൻ അവർക്ക് വേണ്ടി സമരം ചെയ്തത്. ഞങ്ങളുടെ കേസ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ MLA ഏരിയ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നിടത്തല്ലോ കാര്യങ്ങൾ. കൊല്ലത്തിന്റെ MLA എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ മുകേഷ് സാറൊന്നും അങ്ങോട്ടൊന്നും ചെന്നിട്ടില്ലെന്ന് തന്നെ പറയുന്നത്. ഈ വീട് പോയവർക്ക് മുഴുവനും വീട് കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതിനകത്ത് ഭയങ്കര സമീപനമാണ്.
കൂട്ടത്തിൽ ചിന്തയ്ക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇടയ്ക്കൊരു കമ്മി കയറി പിടിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾ സുരക്ഷിതമായി ജീവിക്കുക. നിങ്ങളെ കൊണ്ട് കാണിച്ചു അതിനുള്ള ഭരണ സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. നിങ്ങൾ പറയുന്ന കണക്ക് ഈ വീടില്ലെന്ന് പ്രത്യേകം ഈ പദ്ധതി ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുകയാണ്. എവിടെ കൊടുത്തുള്ളൂ? ഒരാൾക്ക് കൊടുത്തു. അവർക്ക് കൊടുത്തു. അതെ ചേട്ടാ, നമ്മുടെ ഇവിടുന്ന് പള്ളിത്തോട്ടത്ത് അങ്ങോട്ട് പോയാൽ കോർപ്പറേഷൻ തന്നെ വെച്ചു കൊടുത്ത ഫ്ളാറ്റുകളുണ്ട്. അതുപോലെ തന്നെ നീലിമ, കുളിർമ തുടങ്ങിയ ഫ്ളാറ്റുകൾ ഇവിടെയുണ്ട്. മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ അപ്പോൾ എന്നാ പറഞ്ഞാലും നീലിമ കുളിർമയിലോട്ടാണല്ലോ എത്തുന്നതെന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ നിന്നുള്ള സംഭവം, നിങ്ങളുടെ മുമ്പിൽ നിന്നുള്ള സംഭവം. കഴിഞ്ഞ പ്രാവശ്യം ആ ചേച്ചിനെ കണ്ടോ മാറിന്ന് പുറയുന്ന പുള്ളിക്കാരി എന്തോ സംസാരിച്ചുകൊണ്ടിരുന്ന ചിന്തയാണ് വിളിച്ചോണ്ട് വന്നാണ്. ഇനിയും കേട്ടോണം, ചേച്ചിയുടെ വായിരിക്കുന്നതോടെ കേൾക്കാം. ഇവിടെ ഒരു മനുഷ്യനും ആരെ അടിച്ചിട്ടില്ല. 9.5 വർഷം കൊണ്ട് സുഭിക്ഷമായി പറയിപ്പിക്കുന്നില്ല, പറയിച്ചാൽ കിട്ടുമെന്നറിയാം. ഞങ്ങൾ കഴിഞ്ഞ തവണ തീരദേശ മേഖലയിലാണ് താമസിക്കുന്നത്. കടലിൽ കയറി റോഡ് വരെ പോയി ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇവിടെ ഞങ്ങൾ ഈ റോഡിൽ ഇറങ്ങി സമരം വെച്ചു. കഞ്ഞി വരെ റോഡ് വെച്ച് ഞങ്ങൾ കഴിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഇലക്ഷൻ ടൈമിന്റെ കാര്യം ഞാൻ പറയുന്നത്. പാർലമെന്റ് ഇലക്ഷൻ അപ്പോഴും ഞങ്ങൾ, അതായത് ഈ പറഞ്ഞ ചേട്ടൻ സഹിതം നമ്മൾ ഇത്രയും വരെ കടലിൽ കയറിയിട്ട് എംഎൽഎ നൗഷാദാണ്. ഈ നൗഷാദ് ഭരണ സംവിധാനം മുഴുവനും വന്നല്ലോ. ജില്ലാ കളക്ടർ അടക്കം MLA ഒന്നും സംഭവിച്ചോട്ടും തിരിഞ്ഞു നോക്കില്ലെന്നുള്ളതാണ് പറയുന്നത്. ഇത് കഴിയുമ്പോൾ വേറൊരു ചേച്ചി, ആ ചുമല ചുരിദാറിട്ട ചേച്ചിയുണ്ട്, ചേച്ചി വന്നിട്ട് പറയുന്നുണ്ടൊരു കാര്യമേ. എല്ലാ സംവിധാനവും ആ നടപടി ഇവർക്കെല്ലാം വീട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഉടനെ കൊടുക്കും. അത് തർക്കമൊന്നുമില്ല. അവൾ പറയുന്നത് തന്നെ, പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. അതായത് തിരിച്ചങ്ങോട്ടൊന്നും പറയരുത്, ഞാൻ അങ്ങോട്ട് പറയും, അതങ്ങോട്ട് കേട്ടോളാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നാട്ടുകാർ വിടുവോ? റിപ്പോർട്ട് ചാനലിൽ നോക്കിയാൽ മതി. എന്തുകൊണ്ട് പുള്ളിക്കാരൻ ഇതുവരെ വന്നില്ല? ഇതുവരെ MLA വന്നിട്ടില്ല. MLA എവിടെ പോയി? 20 MLA എന്ത്? അല്ല, 1-2 പേര് സംഘടിതമായി വന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ അഭിപ്രായം. നൗഷാദ് MLA എന്ന് പറഞ്ഞൊരു MLA ഇരവിപുരത്ത് ഏറ്റവും ശക്തമായി ജനങ്ങൾക്കിടയിൽ 24/7 അതാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ വേറൊരെണ്ണമുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, നമ്മുടെ ഷോൺ ജോർജും അതുപോലെ ചാണ്ടി ഉമ്മനും തമ്മിൽ, ചാണ്ടി ഉമ്മനും പിന്നെ ചിന്തയും കൂടെ ഉള്ള ഒരു സംഭവം. അതൊന്ന് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാവേ. ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനത് പറയാം. കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത, എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം. ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം. അസ്വസ്ഥപ്പെടാതെ അസ്വസ്ഥപ്പെടുന്ന എന്തിനാ? കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സക്ക് അമേരിക്ക പോകുന്നത്? സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖല നിങ്ങൾ അപമാനിക്കല്ലേ അമേരിക്ക ചികിത്സിക്കുന്നത്? ഒരിക്കലല്ല. കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത്. നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പം തന്നെ ചികിത്സിക്കും. അതല്ല അപ്പം തന്നെ ചികിത്സിക്കുന്ന ഇടതുപക്ഷത്തിന് കിടക്കാന്ന് പറയുന്നുണ്ടോ? കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് അമേരിക്ക പോയ ചികിത്സിക്കത്തില്ല. അവർ രീതിയാണ് നമ്മുടെ രീതി. ആര് വന്നാലും അതും ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷം ഞാൻ ചോദിക്കട്ടെ, ക്ഷേമ പെൻഷൻ UDF നാളിതുവരെ എത്ര രൂപ വർദ്ധിപ്പിച്ചു? അല്ല, ആരോഗ്യ മേഖല ഒരു സബ്ജക്റ്റ് പറഞ്ഞോ, ഇവളുടെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മാറ്റിയിട്ട് അടുത്തതിലോട്ട് ചാടിക്കയറും. ഇപ്പോൾ കണ്ടോ, ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ക്ഷേമ പെൻഷനിലോട്ട് പോയി. എന്താണ് UDFന്റെ സംഭാവന? എന്തായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ? ഇവിടെ ഡോക്ടർമാരെ ലീവ് എടുത്ത് വിദേശത്ത് പോയി. ശ്രീമതി ടീച്ചർ വന്നപ്പോഴാണ് പറഞ്ഞത്, ഒന്ന് മര്യാദയ്ക്ക് നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട്. പണ്ട് കുറിപ്പെഴുതി കൊടുക്കും, അത് മരുന്നാക്കി ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അമേരിക്കയിൽ പോലും 5.6 ആണ്, കേരളത്തിൽ 5 ആണ്. നമുക്ക് കേരളത്തിൽ വെറുതെ അങ്ങ് പറയാതെ. ഞാൻ അമേരിക്കയിൽ കേരളത്തിൽ, കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല കൂടുതലാത്തോണ്ട് അമേരിക്ക പോയത്. ഒരിക്കലല്ല. ഞാൻ പറയട്ടെ, ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ
മുഖ്യമന്ത്രി എല്ലാ പ്രാവശ്യവും കോടികൾ മുടക്കി നമ്മുടെ പണം എടുത്തിട്ട് അമേരിക്കയ്ക്ക് പോകുന്ന ചികിത്സയ്ക്ക്. അപ്പം സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, എന്തിനാണ് പോകുന്നത്, എന്താണ് അസുഖം? അത് ചോദിച്ചപ്പം നമ്മൾ പറയുന്ന വ്യക്തിഹത്യ നടത്തിയെന്ന്. ഇവിടെ ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് അറിയാൻ വേണ്ടിയാണ് കേരള സംസ്ഥാനത്ത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? ഈ നാടിന്റെ മുഖ്യമന്ത്രി ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷേ ഒരിക്കലല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉണ്ടോ? ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത് പറയുന്നില്ല. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരവില്ല. എല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് താങ്കൾ ഇങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി എന്ത് ആരോപണം പറയുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ദുഃഖകരമാണ് കേട്ടോ. താങ്കൾ ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇതാണ്, ഇതിനകത്ത് ഇനിയും മുന്നോട്ട് പോകും തോറും കുറേ കൊട്ടേഷൻ കൊടുക്കുക തന്നെയാണ്. അപ്പം ചിന്തനെ ഇവരെനിക്ക് തോന്നുന്ന പാർട്ടി ഇപ്പം ഇറക്കി വിട്ടിരിക്കുന്നത് ആൾക്കാരുടെ നിന്ന് പോയി, അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെ നിന്ന് പോയി കൊട്ടേഷൻ മേടിച്ചുകൊണ്ട് വരാനുള്ള ഒരു പ്രത്യേക ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, കാരണം നല്ല സാലറിയൊക്കെ കൊടുത്ത് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചിന്ത ചേച്ചിയെ പറ്റിയുള്ള വിശേഷങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും എന്തൊക്കെയാണെന്ന് അറിയിക്കുക. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.